ഹലോ മച്ചാമാരെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മച്ചാമാരെ നമ്മുടെ അമ്പനാട്ടോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അമ്പനാട് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ കൊല്ലത്തിലെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അമ്പനാട്. ഒരു ഹിൽ സ്റ്റേഷനാണ്. കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ അമ്പനാട് ആനച്ചാടി അതുവഴി വരാമെന്നാണ് വിചാരിക്കുന്നത്. തേയിലത്തോട്ടമൊക്കെ കണ്ട്. പക്ഷേ കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഈ വൈകുന്നേരത്താണ് ഇറങ്ങുന്നത്. ഞാൻ ഇപ്പോൾ ആ ഒരു ടൈമിലാണ് നിൽക്കുന്നത്. ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2-3 മണി. ഒരു 5 മണി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കയറ്റിവിടുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇനി ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ അമ്പനാട്. 2-3 ബൈക്കിലൊക്കെ കപ്പിൾസായിട്ട് കാര്യമൊക്കെ പോകുന്നത് കണ്ടു. അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ കാവാല വന്നിട്ടുണ്ട് കേട്ടോ. കാവാല അർജുൻ്റെ അല്ലേ, ഹായ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞ 2-3 ട്രിപ്പ് നമ്മളോട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. കൂടുതൽ ബോറടിപ്പിക്കില്ല. ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. പോകുന്ന റൂട്ടിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിയാം. എന്തായാലും നമ്മൾ പോകുന്ന വഴിയിൽ നോക്കി എല്ലാം കാണിക്കാം. വെള്ളമൊന്നും കാണത്തില്ല ഈ ഒരു ചൂട് സമയമുണ്ട്. എന്തായാലും പോകുന്ന വഴികളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. പക്ഷേ അവർ നമ്മൾ അമ്പനാട് കയറിയപ്പോൾ തന്നെ ഉണ്ടോ ഒരു മയിലുണ്ടോ ഓർണ. ഇവിടെ ഒരു മയിലുണ്ട്. ഇതാണ്ട മയിൽ കണ്ടോ തോന്നുന്നു. ഒരു മുറ്റു സാധനം എന്താ പോയി. നമ്മള് മച്ചാമാരെ ഞാനിത് ഫോട്ടോസ് നമ്മൾ എടുത്ത് മച്ചാമാരെ കണ്ടോ കാഴ്ച എന്ന് പറയാൻ കുറച്ച് വെയിലുണ്ട്. പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. വെളുപ്പിന് വന്നാൽ സെറ്റായിരിക്കും. പക്ഷെ കുറച്ച് റിസ്ക് ഏരിയയാണ്. ഇവിടെ ഒറ്റ മനുഷ്യരെ കണ്ടില്ല കേട്ടോ. ആ പാറ്റയും കണ്ടോ. ആ ഒരു ഇതൊക്കെ നട്ടിരിക്കുന്ന ഞാൻ മുള്ളുവരി മറ്റേ കൈതച്ചക്കയൊക്കെ നട്ടിരിക്കുന്ന പാറ്റയാണ്. നല്ല രസമല്ലേ. കൈതച്ചക്കയാണ് ഇത്. കൈതച്ചക്കയുടെ ഇടയിൽ റബ്ബറാണെന്നോ. പോകുന്ന വഴി കണ്ടോ പഴയ കാലത്തുള്ള, ഇപ്പോഴത്തെ ഇത് റേഷൻ കടയാണ്. ഇതുപോലുള്ള ബിൽഡിങ്ങും ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു വീടാണ് കേട്ടോ. പണ്ടത്തെ ഒരു ടൈപ്പ് വലിയ വീട്. ഇതുപോലുള്ള ഒരുപാട് വീടുകൾ ഈ പോകുന്ന വഴി കാണാം കേട്ടോ. അമ്പനാട് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി കേട്ടോ. ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ന് കയറ്റി ഇടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അമ്പനാട് ആ ഒരു ഗേറ്റിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, നമ്മുടെ സ്ഥലമൊന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരാൾക്ക്, അതായത് ഒരു വണ്ടിക്ക് 100 രൂപ എന്നാണ്. ബൈക്കിന് 100ഉം കാറിന് 250 നമുക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കയറാം. അകത്ത് കയറിയത് ഇതുപോലുള്ള സൂപ്പർ കാഴ്ചയാണ്. ഫുള്ള് തേയിലത്തോട്ടമാണ്. പോകുന്ന വഴി മൊത്തം ഇതുപോലുള്ള തേയിലത്തോട്ടവും നല്ല കിടിലം സ്ഥലമാണ് കേട്ടോ. മച്ചാമാരെ, അപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റ് കഴിഞ്ഞായിരുന്നു. നമുക്ക് മുകളിലൊരു വ്യൂ പോയിന്റും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. വരുന്ന വഴിയൊക്കെ കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു ഓഫ് റോഡ് മറ്റേ മെയിനായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ആരൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ വന്നപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ അവിടെ നിന്ന് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ മഹത്വം നമ്മൾ മനസ്സിലായത്. എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. കുറച്ച് വെയിലുണ്ട്. പക്ഷേ നല്ല ചെറിയ ലൈറ്റായിട്ടുള്ള കാറ്റുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുപ്പ് പോലെയാണ്. ഇത്രയും ചുറ്റുകൊള്ളുന്ന പോലത്തെ അങ്ങനത്തെ രീതിയിലാണ് വെട്ടം അടിക്കുന്നത് വെയിലിൻ്റെ. പക്ഷേ രാവിലെയും വൈകുന്നേരമൊക്കെ നൈസായിരിക്കും കേട്ടോ. സൂപ്പർ സ്ഥലം, നല്ല രസമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതൊരിടത്തൊരു വ്യൂ പോയിൻ്റാണ്. മാറ്റിയേ അടിച്ച് കളയട്ടോ ഓവർടേക്ക് കേട്ടാ. ഇതാണെന്ന് ചോദിച്ചാണ് വ്യൂ പോയിന്റ്. അവരെ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പനാട് ആ ഒരു ഹില്ലിൻ്റെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ ഉള്ളൂ. ഒരു വണ്ടിക്ക് 100 രൂപ, കാറാണെങ്കിൽ 250, ബൈക്കാണെങ്കിൽ 100 രൂപ ഉള്ളൂ.
അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമുക്ക് കാണുന്ന ഒരു ബോർഡ് വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതിനുശേഷം ഫോറസ്റ്റ് ഏരിയയാണ്. കണ്ട ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ വരുന്ന വഴിക്ക് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് അത്ര രസമില്ല, എന്നാലും ഇതൊരു വ്യൂ പോയിൻ്റ്, ഇതൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. കാരണം 4 മണി കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ആന ഇറങ്ങും. വന്നവരെല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു ആനയുണ്ട്. നമ്മൾ ആനപ്പിണ്ടം കണ്ടു. ഇവിടെ കുറച്ച് അവിടെ ഒരു കുളം പോലത്തെ ഒരു നദി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. ഞാൻ അത് കാണിച്ചു തരാം അങ്ങോട്ട് പോയി. അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ആന ഇറങ്ങും. ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ആന വരും. ഇഷ്ടംപോലെ ആനപ്പിണ്ടവും വേറെ കുറച്ച് വെറൈറ്റി ഇടം കാട്ടങ്ങളൊക്കെ കിടക്കുന്നത് ഏതിൻ്റെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ മൃഗങ്ങൾ എന്തായാലും വരും. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇവിടെ 5 മണി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആന ഇറങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടോ നമ്മൾ അമ്പനാട് വരുന്നവരെല്ലാവരും ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത് ആ കാണുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് വന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മളൊരു രാവിലെയൊക്കെ വരികയാണെങ്കിൽ കിടിലം വ്യൂ ആയിരിക്കും, കിടിലം ക്ലൈമറ്റാണ്. ഇപ്പോഴായതുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ ഇനി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം ഇങ്ങനെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. നമ്മൾ 11 മണി വരെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. വരുന്നവരെന്തായാലും ഒരു വടിയൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ പാമ്പൊക്കെ കിടക്കുന്നു. നമ്മൾ വന്ന സമയത്ത് ഒരു കാട്ട് പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലേ നമ്മളതിനെ ചവിട്ടുള്ളത്. കാട്ടുപാമ്പ് വിഷമില്ല, കുഴപ്പമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ കണ്ടോ ഒരു ടീ എസ്റ്റേറ്റ്, അത് ടീ എസ്റ്റേറ്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് താഴോട്ടൊരു വഴിയുണ്ട്. അത് ആ ഹില്ലിങ്ങനെ റൗണ്ട് ചെയ്ത് വീണ്ടും നമ്മളെ എൻട്രി കയറിയതിൻ്റെ അവിടെ ഉണ്ട്. ഈ പോകുന്ന ദൂരം ഫുള്ള് ഇതാണ് നമ്മളെ കൃഷിയാണ്, തേയിലത്തോട്ടമാണ്. മൂന്നാർ പോലെ കിടിലൻ ഗ്യാപ്പ് റോഡ് പോലെ അതുപോലത്തെ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ ആരുടെയും ചോദിച്ചാൽ അതുവഴി വേണം പോകാൻ. നമുക്കിപ്പോൾ ടൈമില്ല, കാരണം ഒന്നി രാവിലെ വരണം, കാരണം ഇനി അവിടെ അതുവഴി പോയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഹില്ല് ഫുള്ള് ഇങ്ങനെ ചുറ്റി വേണം വരാൻ, കുറച്ച് ടൈം എടുക്കും. എന്നിട്ട് കാരണം ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ ആനച്ചാടി വഴി പോവുകയാണ്. ആനച്ചാടി പോകുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സമയം എടുക്കും. എത്രത്തോളം താമസിക്കും അത്രത്തോളം റിസ്ക് കൂടെയാണ്. ആനച്ചാടി വഴിയൊന്നും അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല. തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം സൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ ഈ ഒരു റിസ്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആന മാത്രമല്ല പല ഐറ്റംസുണ്ട്. അതുകൊണ്ടാണ് ചുമ്മാ പറയണമല്ല. അമ്പനാട് എന്ന് പറയുമ്പോൾ ഇതൊരു ഹിൽ ഏരിയയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് വെയിലുണ്ട്, പക്ഷേ 11 ഇപ്പോൾ നല്ല തണുത്ത കാറ്റാണെങ്കിലും വെയിൽ ഉള്ളതുകൊണ്ട് വെയിലിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. ചൂടില്ലാത്തെന്ന് പറഞ്ഞാൽ നല്ല വെട്ടം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ ആനച്ചാടി ആ റൂട്ടും പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ഒരു എന്തായാലും സൂപ്പർ സ്ഥലമാണ്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മച്ചാമരെ നമ്മളാ ആ ഒരു ഹില്ലുണ്ടല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെയാണ്. പാമ്പിനെയൊക്കെ കണ്ടത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടു. തല നോക്കി വാളിയ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അല്ല സൗണ്ട് ഉണ്ടാക്കി വാടാ. അപ്പം പാമ്പൊക്കെ ഇങ്ങോട്ട് മാറും നമ്മളെ കാണുമ്പോൾ. പാമ്പപ്പോൾ നമ്മളെ കാണുമ്പം പോടാ തറ നോക്കിയാണ് പോണത്. പതുക്കെ പോകാൻ നേരത്തെ പാമ്പ് കടി സംഭവം കുറച്ച് ഇവിടെ വൈകുന്നേരം മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ കുറഞ്ഞ ടൈമായി. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ അത് അങ്ങോട്ടാണ്, അവിടെയാണ് വെള്ളം കുടിക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എടാ പോണോ? ധൈര്യം ഉണ്ടോ എനിക്ക്? വാ എന്താ ഒരനക്കം കേട്ട്? ഇല്ല കിളിയാ. കാരണം പുള്ളി പറഞ്ഞായിരുന്നു ഇവിടെ ഇതുണ്ടോ ആനപ്പുണ്ടോന്ന് കേട്ടോ. ഉണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആനയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. റൊമ്പോ ആനയൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആനപ്പിണ്ടം. ഓക്കെ നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ പോകണില്ല. ഓക്കെ ആനപ്പിണ്ടമാണ്, ഉള്ള ആനപ്പിണ്ടം കേട്ടോ. നല്ല പേടിയുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. കണ്ടോ കണ്ടോ ചമാരെ ചുമ്മാ അല്ല കേട്ടോ ഈ ആനകൾ. ഇപ്പോൾ കമ്പ് എന്തോത്താ നോക്ക്. വെള്ളം നോക്കിയേ, വെള്ളം നല്ല തണുത്ത ഐസ് വാട്ടർ പോലെ. അതൊക്കെ ഐസ് വാട്ടർ. എനിക്കൊന്ന് ആനകൾക്ക് അറിയാൻ കേട്ടോ ഇവിടെ വെള്ളം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ അധികം വെള്ളമൊന്നുമില്ല. ഇവിടെ കെട്ടിയൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ടുള്ളതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കും. ഇവിടെയൊക്കെ ഫുൾ ആനക്കാട്ടം മാത്രമല്ല, എന്നാൽ വേറെന്തോ ഒരു ഐറ്റം കരടിയിലാണോ എന്തോ ഇനി അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ കാട്ടിലെ ട്രക്കിൽ പോയപ്പോൾ കരടിയുടെ കട്ടം കണ്ടതുപോലെയൊക്കെ തോന്നുന്നു. കുറച്ച് സീനാണ്. ആന ഭയങ്കര സീനാണെന്ന് പറയാം. ആനയും പുള്ളിപ്പുലിയും. അപ്പോൾ നമ്മളെന്തായാലും അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല.
കാരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും പേര് വന്നവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2-3 പേരെ കണ്ടപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇവിടെ ലോക്കൽസാണ്, ഇവിടെ വന്നിട്ട് തോട്ടം തൊഴിലാളിയാണ്, അവർ വരെ ഇറങ്ങി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ്. നമ്മൾ ആനച്ചാട് വഴി അതുവഴിയാണ് പോകുന്നത്. വേറെ റൂട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടത്തില്ല, റോഡിൽ ആന ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ആനച്ചാട് വഴി പോയിട്ട് അവിടുത്തെ ഭംഗി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതുവരെയൊക്കെ ബൈ. മച്ചന്മാരെ കണ്ടോ, തേയില ഫാക്ടറിയാണ്. ഇതൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. ഇതാണ് കേട്ടോ തേയിലയൊക്കെ വാങ്ങാൻ വില കുറവാണ്, നല്ല കിടിലൻ സാധനം കിട്ടും. 500, 300 തൊട്ട് 500 എന്തോ ആയിരിക്കും റേറ്റ് എന്ന് തോന്നുന്നത്. അച്ഛാമരെ കണ്ടോ, ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതൊരു പോകാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് അവിടെ എത്തിയെങ്കിലും അവർ പറഞ്ഞത് വെച്ച് ഇത് മാനേജേഴ്സൊക്കെ താമസിക്കുന്ന ബംഗ്ലാവ് പോലത്തെ ഏരിയയാണ്. ആ ടീ എസ്റ്റേറ്റിനകത്ത് വേണമെങ്കിൽ കയറാമെന്ന് പറഞ്ഞു, 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ തൊഴിലാളി ഒന്നുമില്ല, അതിൻ്റെ അകത്ത് കുറേ മെഷീൻസും കാര്യങ്ങളും അതൊക്കെ ഉള്ളൂ, 100 രൂപയൊന്നും കൊടുക്കാത്ത കാണാനുള്ളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അകത്ത് കയറിയില്ല. കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ, മെഷീൻസും തേയില പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവമൊക്കെ കാണാം, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറിയില്ല. നമ്മൾ കുറച്ച് ഈ അവരെ കൃഷി കാണാനും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് തേയിലയും കാപ്പിയും ഉണ്ട് കേട്ടോ. അത് കണ്ട തേയില കാപ്പി കൃഷി ഇതൊക്കെ കാണാൻ വേണ്ടി ഇത് എല്ലാവരും വന്നിട്ട് ആ വഴി റോഡ് വഴി കയറി പോകും. ഇത് ഫാക്ടറിയുടെ താഴെ ഇറങ്ങിയിട്ട് അവിടെയുള്ള തോട്ടം തൊഴിലാളിയുടെ അടുത്ത് വഴി ചോദിച്ചിട്ട് പോകണം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതുവഴിയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ ഇതുവഴി. 2 വഴി വന്നിട്ടുണ്ട്. അത് കുറച്ച് മോശം റോഡ് വരെ, നമുക്ക് ഈ റോഡ് വഴി ഇപ്പോൾ എവിടെ എത്തുന്നു അറിയത്തില്ല കേട്ടോ, ചോദിക്കാനൊന്നും ആളൊന്നുമില്ല. പക്ഷെ അവരെ കണ്ടോ, സൈഡിലൊക്കെ കണ്ടോ മലനിരകൾ ഫുള്ള് താഴെ. ആനച്ചാടി പോകുന്ന റൂട്ടാണ് കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും കൊല്ലത്തും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. സൂപ്പർ സ്ഥലം, നല്ല രസമുണ്ട്. മഴക്കാലത്ത് ഇതുവഴി പോരുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരിക്കും കേട്ടോ, ഒരു സംശയമില്ല. അല്ലെങ്കിൽ നല്ല വെളുപ്പിന് വരണം, കാരണം അവിടെ അത്രയും കാണാൻ പോകുന്നത് ഭയങ്കര രസം. ആ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ വണ്ടി ഓട്ടി എന്ത് രസമെന്നാ, കിടിലം വ്യൂ കേട്ടോ. കാരണം റൈറ്റ് സൈഡിൽ ഒരു കൊക്ക പോലെ മലനിരകളുണ്ടോ, സൂപ്പറല്ലേ. നല്ല രസമുണ്ട്, നല്ല ഫീലുണ്ട്. അത്യാവശ്യം നല്ല കിടിലം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. റോഡ് കുറച്ചിതാണ്, പക്ഷെ നമ്മൾ ബൈക്കിലൊക്കെ വരാൻ പറ്റിയ കഥയാണ് കേട്ടോ. ബൈക്കിലെന്ന് പറയാൻ കുറച്ച് കട്ടറൊക്കെ ഉണ്ട്, പക്ഷെ ബൈക്കിൽ ഇതുവഴി പോകുമ്പോൾ ഒരു കാറിൽ പോകുന്ന പോലെ അല്ല, ബൈക്കിൽ പോകുമ്പോൾ ആ ഒരു കാറ്റൊക്കെ അടിച്ച് മോനെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആനച്ചാടി ആ ഒരു റൂട്ട് അമ്പനാട് മാത്രം വന്നിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആനച്ചാടി വേറെ ഇങ്ങനെ അവരാണ് പറഞ്ഞത് ആനച്ചാടി വഴി തിരിച്ച് പോയാൽ മതി എന്ന്. അവിടെയുള്ള ലോക്കൽസ് ആണ്, ഇവിടെ ഉള്ളവരാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കയറി വന്നതാണ്. ഞാൻ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും അവർ പറഞ്ഞു. പക്ഷേ ഇപ്പം 4 മണി 4:30 ആയിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മളിവിടെ അങ്ങനെ നിർത്തുന്നില്ല. ഇവിടെ വേറെ ഒരാളും ഇല്ല കേട്ടോ ഇപ്പോൾ, കണ്ടാ. ഇതിപ്പം ഫുള്ള് കാട് പോലെയൊക്കെ ആയി. നേരത്തെ കണ്ട ആ ഒരു വിഷ്വൽസ് ഉണ്ടോ, ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളോട്ടാ കണ്ട അവർക്ക് ഒരു കൊക്കം. വഴി ഡെഡ് എൻഡ്, ഇല്ല. എന്നാ കാറ്റാ, പൊളി അയവാ. മറ്റേ ഇത് കണ്ടോ, മഴ സമയത്തൊക്കെ ഇവിടെ കൂടെ വരണം. ഇത് നിറച്ച് നമുക്ക് ഒരു റെഡ് പൂ ഉണ്ടല്ലോ, മറ്റേ ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ പൂ തറയിൽ മൊത്തം കിടക്കും. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി, അതാണ് കേട്ടോ ഈ ആനച്ചാടിയിലെ റൂട്ടിലെ. ഈ റോഡ് ഫുള്ള്, ഈ സൈഡ് ഫുള്ള് അങ്ങനത്തെ ചെടിയാണ്. ഇത് മൊത്തം ഇങ്ങനെ ചുവന്ന പൂട്ട് നിൽക്കുമ്പോൾ കാണാൻ ഒരു ഭയങ്കര. ഇപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ എല്ലാം തൊഴിഞ്ഞിട്ടുണ്ട്, വേനൽ തുടങ്ങാറായി. അതിൻ്റെതാണ്, ഇല പോലും ഇല്ല. നല്ല പച്ചപ്പിൻ്റെ കൂടെ ഇതും കൂടെ വരാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നവർ ആ ഒരു മഴ സീസണിലോ ആ സീസൺ ടൈമിൽ വരിക. എന്തായാലും ഇനിയൊരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊന്നും വരാതിരിക്കുകയായിരിക്കും നല്ലത്.
നമ്മൾ വന്നതാണ് കേട്ടോ. ഒന്ന് നോക്കിയേ, ഫുള്ള് കണ്ട തേരത്തോട്ടോ. ഓ ഓ ഓ ഉണ്ടോ, ഫുള്ള് തേയിലയാണ് കേട്ടോ. രസമല്ലേ, സൂപ്പറല്ലേ? ഓ അങ്ങനെ നമ്മളെ ആ ഒരു അമ്പനാട് ആനച്ചാടി ആ ഒരു റൂട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോസും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കിട്ടിയ സ്ഥലം തന്നെയാണ്. കുറച്ചുകൂടെ ക്ലൈമറ്റ് ഉള്ള സമയത്ത് വരണം. നമ്മൾ പോയപ്പോൾ ക്ലൈമറ്റ് ഇല്ല, പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. പരമാവധി രാവിലെ തന്നെ പോകാൻ നോക്കുക. കുറച്ച് റിസ്ക് ഉള്ള ടൈമാണ്, നോക്കി പോവുക. അവിടെ ഉള്ള അതായത് പോകുന്നവർ എന്തായാലും അവിടെ ഉള്ളവരുടെ വാച്ചർമാരെ, അവിടെ ഉള്ളവരുടെയൊക്കെ ലോക്കൽ ഗൈഡിൻ്റെയൊക്കെ, അതായത് അവർ പറയണ പോലെയൊക്കെ നോക്കിയിട്ട് പോവുക. പ്ലാന്റേഷൻ തൊഴിലാളികളൊക്കെ പറയുന്ന പോലെ ഓവറായിട്ട് അങ്ങ് കാട് കയറാൻ നിൽക്കരുത്, റിസ്ക്കാണ്. എന്തെങ്കിലും വന്നാൽ ആരും അറിയത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു വെറൈറ്റി വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.